50 വർഷം കഴിഞ്ഞാൽ ഞങ്ങളുടെ ദളപതിയുടെ പോക്കിരി അങ്ങനെ തന്നെ ആവേശം. പുതിയ പടം എങ്ങനെയുണ്ടോ അതിനേക്കാൾ ആവേശത്തിലാണ് വരുന്നത്. வந்திருக்கிற இடம் சூப்பர் பட்டு கிளம்பலாம். இந்த ரீரிலீஸ் നമുക്ക് ഗ്രൂപ്പ് കളക്ഷൻ தான். അപ്പോൾ നമ്മുടെ അണ്ണൻ പോക്രി 17 വർഷം ശേഷം നമ്മുടെ തിയേറ്ററിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. വിജയണ്ണന്റെ 50ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ഇപ്പോൾ. അപ്പോൾ പാലക്കാടിലുള്ളത് പടം അവിടെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു വൈബിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓഡിയൻസ് റെസ്പോൺസും അതുപോലെ തന്നെ ഫാൻസിന്റെ റിയാക്ഷനൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അതുകൂടാതെ തന്നെ നമ്മുടെ തുപ്പാക്കി റിലീസ് കമ്മിങ് സൂൺ ആണ്. അപ്പോൾ ഇന്ന് രാത്രി 9 മണിക്ക് തുപ്പാക്കി റിലീസ് ഉണ്ട്. അതിൻ്റെ വീഡിയോ ഇതിൽ കാണാം. അപ്പോൾ നമ്മൾ ലിയോ ഡൂട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കണ്ട സിനിമകളാണ്. പടം സൂപ്പറാണ്. നന്നായിട്ട് നല്ല പടം കൊള്ളാം. അടിപൊളിയാണ്. പൊളിച്ചു വിഷയം. സൗണ്ടല്ല ഉണ്ട്, ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ അന്ന് എൻജോയ് ചെയ്തതിനേക്കാളും ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ കാണാൻ പറ്റാത്തൊരു സിനിമ തന്നെയാണ്. നമ്മളെ ഗില്ലി, അതുപോലെ തന്നെ പോക്കിരി, അതുപോലെ തന്നെ ഇനിയിപ്പോൾ വൈകിട്ട് തുപ്പാക്കിയുണ്ട്. തുപ്പാക്കിയുണ്ട്, അതിൻ്റെ ടിക്കറ്റൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, വേറെ ലെവലാണ്. ഒന്നും പറയില്ല. നല്ല പൊളി 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 വേറെ ലെവൽ പൊളി 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 അടിപൊളി സൂപ്പറായിരുന്നു. പടം സൂപ്പർ, തകർത്തു. ആവേശം. പുതിയ പടം എങ്ങനെയുണ്ടോ അതിനേക്കാൾ ആവേശത്തിലാണ് വരുന്നത്. പോക്കിരി പറഞ്ഞ വെയിറ്റിംഗ് ആണ്. പക്ഷേ நல்லா இருக்கு. சூப்பர் மாஸ். അടിപൊളി പൊളിച്ചു. പിന്നെ പൊളിയല്ലേ. നമ്മള് ആദ്യം 2007 കണ്ട അതേ എഫക്റ്റാണ് ഇപ്പോഴും. പണ്ട് കണ്ട സൂപ്പർ പട്ട കളപ്പള പോക്കിരി സിനിമ അടിപൊളി തന്നെ. എത്ര വർഷം കാണാൻ കണ്ടുവരിക്കില്ല. ഇതിനു മുന്നേ പോക്കിരി 2022 BC പടത്തിന് പൂഞ്ഞെടുത്ത് കണ്ടിട്ടുണ്ട്. ഇതിപ്പം 1000 വർഷം വെച്ചാണ് കാണാൻ മറക്കില്ല. അടിപൊളിയായിട്ടുണ്ട്. പ്രകാശ് രാജിൻ്റെ വില്ലൻസും അടിപൊളിയാണ്. അടിപൊളി. 50 വർഷം കഴിഞ്ഞാൽ ഞങ്ങളുടെ ദളപതിയുടെ പോക്കിരി അങ്ങനെ തന്നെ ഉണ്ടാവും. നല്ല പടം ബ്രോ. നമ്മളിത് കുറെ കണ്ട തന്നെയല്ലേ, പക്ഷെ നമുക്ക് വീണ്ടും കാണുമ്പോൾ ആ ഒരു വൈബാണ്. അടിപൊളി. നമ്മുടെ തലപതി തങ്കം സൂപ്പറായിട്ടുണ്ട്. കുഴപ്പമില്ല. എനിക്ക് കുറേ മിസ്സിങ് ആയിരുന്നു പടം ഞാൻ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ടപ്പോൾ എന്തോ ഒരു വൈബ്രേഷൻ പോലെ മാസമായിട്ടുണ്ട്. അന്ന് ഞാൻ മിസ് ചെയ്തത് ഞാൻ പഠിക്കുന്ന സമയത്ത് കാണാൻ പറ്റില്ല. ടി വിയിലേക്ക് കൊണ്ടുവരുന്നത് തിയേറ്ററിൽ കാണുമ്പോൾ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അങ്ങനെ കാണുമ്പോൾ. മാസ് എന്ന് പറയാം, മാസ്. പോക്കരി തുപ്പാക്കി വൈകുന്നേരം അടിച്ചു പൊളിക്കണം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ തളപതി വിജയണ്ണൻ്റെ 50ാമത്തെ പിറന്നാൾ ബർത്ത്ഡേ സെലിബ്രേഷന് നമ്മുടെ ശ്രീദേവി ദുർഗയിൽ വന്നിരിക്കുകയാണ്. പോക്രി റിലീസിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് തളപതി വെറിയൻസ് ഇവിടെ ഉണ്ട്. സോ അവരുടെ തന്നെ ചോദിക്കാം. ബ്രോ, എങ്ങനെയുണ്ടായിരുന്നു പോക്രി വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ? സൂപ്പറായിട്ടുണ്ടായിരുന്നു. 4K-ലാണ്. സൂപ്പറായിട്ടുണ്ടായിരുന്നു. അണ്ണന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് എത്ര വർഷം കണ്ടാലും അതേപോലെ തന്നെ ഉണ്ട്. അൾട്രാ ഗുഡ് ഫിലിമാണ്. ഇപ്പൊ ഇനിയിപ്പോ 50ാമത്തെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പൊ ഇനിയുള്ള ഫംഗ്ഷൻസ് എന്താ? തുപ്പാക്കി റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ? തുപ്പാക്കി രാത്രി 9 മണിക്കാണ്. അപ്പൊ രാത്രി അവിടെ ഉണ്ടല്ലേ. അപ്പൊ അത് വരുത്തന്നെ മാർക്കും. അത് സൂപ്പർ. ഇതിനേക്കാൾ സൂപ്പർ ആയിരിക്കും. ഹൗസ്ഫുൾ ഇപ്പോഴേ ആയിക്കഴിഞ്ഞു. എങ്ങനെയുണ്ട് അപ്പൊ എക്സ്പീരിയൻസ്? പോക്കിരി സിനിമ അടിപൊളിയാണ്. എത്ര കണ്ടാലും മറക്കും. ഇനി കണ്ടാൽ ഇനി ഒന്നും കൂടി കാണാൻ തോന്നും. എത്ര കണ്ടാലും മറക്കില്ല. എല്ലാ റീൽസിലും പുള്ളി നമ്മുടെ വീഡിയോയില് മെയിനായിട്ട് അന്ന് ഗില്ലി, പോക്കിരി, പിന്നെ ലിയോ, തുപ്പാക്കില്ലേ? ബ്രോ, അങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ നല്ല. ഈ പടം ഇറങ്ങുമ്പോൾ 2007 അപ്പൊ നിങ്ങൾക്ക് ചെറിയ ഞാനും ജനിച്ചിട്ടില്ല. ആ സമയത്ത് ജനിച്ച് നമ്മ ഒരു വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ഇപ്പൊ കാണുമ്പോ ആ ഫീൽ തന്നെ ഇപ്പൊ കിട്ടി. നമ്മൾ ഫസ്റ്റ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇന്നല്ലേ നമ്മൾ റിലീസായത്. ഇന്ന് പിറന്നാളായിട്ട് നമ്മൾ ആ ടി വിയിലും കണ്ടത്. കിട്ടില്ലല്ലോ. ആ എക്സ്പീരിയൻസ് ഇവിടെ നമുക്ക് അനുഭവപ്പെടാൻ പറ്റി. പോക്കിരി സിനിമ അടിപൊളിയായിരുന്നു.
ഞാൻ 2K തന്നെയാണ്. പക്ഷെ എനിക്ക് ആ സമയത്തൊക്കെ 1 വയസ്സോ 2 വയസ്സോ ഉള്ളൂ. നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന പ്രായമൊന്നും അല്ലല്ലോ. നല്ല സന്തോഷമുണ്ട്. വൈകിട്ട് തുപ്പാക്കി തുപ്പാക്കി പൊളിക്കാം. അങ്ങനെയാണ് അപ്പോൾ പടം വേറെ ലെവലാണ്. ഒരു അന്ന് ഞാൻ മിസ്സാക്കിയതൊക്കെ എന്ന് അടിച്ച് പൊളിച്ചു തിയേറ്ററിൽ. ഇനി വൈകുന്നേരത്താണ് അടിച്ച് പൊളിക്കാൻ തുപ്പാക്കിക്ക് എല്ലാവരും കാത്തിരിക്കുന്നു.